പി.സി. ചാക്കോ രാജിവെച്ച വാർത്തയാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് എൻ.സി.പിയിൽ വലിയ ഒരു ട്വിസ്റ്റ് കൂടി സംഭവിച്ചിരിക്കുകയാണ്. പി.സി. ചാക്കോ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് എ.കെ. ശശീന്ദ്രൻ തോമസ് കെ തോമസിനെ എൻ.സി.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തിയിരിക്കുന്നതും. യഥാർത്ഥത്തിൽ പി.സി. ചാക്കോയുടെ രാജി അപ്പോൾ എന്തിനെ തുടർന്നായിരുന്നു? അതിനുള്ള പ്രധാന കാരണം എ.കെ. ശശീന്ദ്രനാണോ അതോ തോമസ് കെ തോമസിന്റെ ഈ മലക്കം മറിച്ചിലാണോ എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്നത് പി.സി. ചാക്കോയുടെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ്. പി.സി. ചാക്കോ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം ഇനി എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ളതും, അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുമോ എൻ.സി.പിയിൽ, അതോ അദ്ദേഹം ഇനി ഒരു മുന്നണി മാറ്റത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ചോദ്യമാണ് പ്രകടമാകുന്നത്. പി.സി. ചാക്കോയെ സംബന്ധിച്ച് ഒടുവിൽ അദ്ദേഹം മുന്നണി മാറ്റത്തിലേക്കെന്ന സൂചനകൾ പലതരത്തിലിപ്പോൾ ചർച്ചയാകുന്നുമുണ്ട്. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹം എൻ.സി.പിയിൽ ഒറ്റപ്പെടുന്നു എന്നത് തന്നെയാണ്. എൻ.സി.പിയിൽ പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് പല ആവർത്തി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സുമടുത്തുകൊണ്ട് താൻ രാജിവെക്കുന്നു എന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ രാജി എത്തി നിൽക്കുന്നതും. എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവി അദ്ദേഹം രാജിവെക്കുമ്പോൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനം അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ആകെ 2 വർക്കിംഗ് പ്രസിഡന്റുമാരാണുള്ളത്. അത് ഒന്ന് ശരത് പവാറിന്റെ മകളായ സുപ്രിയ സുലെയാണ്, മറ്റൊന്ന് പി.സി. ചാക്കോയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ.സി.പിയിൽ നിന്നും പൂർണ്ണമായി പുറത്തേക്ക് പോകുന്നില്ല. അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് സംസ്ഥാന പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കുന്നത്. ഇതിലൂടെ തന്നെ കൃത്യമാണ് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിലുള്ള വിള്ളലുകൾ തന്നെയാണ് അതിനുള്ള പ്രധാന കാരണമെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എ.കെ. ശശീന്ദ്രന്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ.സി.പിയിൽ വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ നിലനിന്നിരുന്നു, വലിയ തരത്തിലുള്ള തർക്കങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു. മാത്രമല്ല പി.സി. ചാക്കോ പറയുന്ന ഒരു വാക്കുകൂടിയുണ്ട്, തന്നെ സംബന്ധിച്ച് തങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള മന്ത്രി ആര് എന്ന് തീരുമാനിക്കാനുള്ള അധികാരമോ അവകാശമോ പോലും തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ എ.കെ. ശശീന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം 2.5 വർഷത്തേക്ക് മാത്രമാണ് വനം വകുപ്പ് മന്ത്രിയായിരിക്കുക. അതിനുശേഷം എൻ.സി.പിയിൽ നിന്ന് മറ്റൊരു മന്ത്രിയായിരിക്കും വരിക എന്നതാണ് നിലവിലെ ഡീൽ എന്നതാണ് എൻ.സി.പിയിൽ നിന്നും ആദ്യമെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്ന വാദം. പക്ഷേ 2.5 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷവും എ.കെ. ശശീന്ദ്രൻ രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് തോമസ് കെ തോമസിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം മന്ത്രിയാകാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ശരത് പവാറുമായി നേരിട്ട് കാഴ്ച നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കാണാനായി ദിവസങ്ങളോളം തമ്പടിച്ച് തിരുവനന്തപുരത്ത് നിൽക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും തോമസ് കെ തോമസിനെ മന്ത്രിയെ അംഗീകരിക്കാനായിട്ട് ഇടതുപക്ഷം തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രി നിശിതമായി വിമർശിക്കുന്നുണ്ട്. എ.കെ. ശശീന്ദ്രൻ തന്നെ തുടരട്ടെ എന്ന നിലപാടിലേക്ക് CPM-ഉം LDF-ഉം എത്തുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എൻ.സി.പിയെ ചൊടിപ്പിച്ചിരുന്നു. ആ സാഹചര്യത്തിലെല്ലാം തന്നെ ഉയർന്നു കേട്ട വലിയ ഒരു വിമർശനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ വാദം തന്നെയായിരുന്നു, പി.സി. ചാക്കോ ഒരുപക്ഷെ എ.കെ. ശശീന്ദ്രൻ തന്നെ മന്ത്രിയായി തുടരുകയാണെങ്കിൽ പി.സി. ചാക്കോ മുന്നണി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അഥവാ UDF-നെ സംബന്ധിച്ച് പി.സി. ചാക്കോ ഇനി മുന്നണി മാറി UDF രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ ഏത് പദവി നൽകും എന്നുള്ള ചോദ്യം അവിടെ ഏറെ പ്രസക്തമായി തന്നെ തുടരുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവിനെ കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് ഏത് പദവി നൽകുമെന്നുള്ള ചോദ്യമെല്ലാം തന്നെ അവിടെ പ്രസക്തമായി തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം തന്നെ നേതൃപദവി ഏറ്റെടുത്തതിന് ശേഷം വലിയ തരത്തിലുള്ള ദേശീയ തലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ നിന്നും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു പി.സി. ചാക്കോ എന്ന് പറയാം. ശേഷം അദ്ദേഹം ഇപ്പോൾ വീണ്ടും കോൺഗ്രസിലേക്ക് അഥവാ UDF-ലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരവും പദവിയും തന്നെ നൽകിക്കൊണ്ട് UDF നേതൃത്വം സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പദവി തന്നെ നൽകേണ്ടതുണ്ട്, അധികാരം തന്നെ നൽകേണ്ടതുണ്ട്, ഭരണം തന്നെ നൽകേണ്ടതുണ്ട്. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പി.സി. ചാക്കോയെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ വക്താവായിരുന്നു. മാത്രമല്ല കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിൽ ആകുന്നതും. മാത്രമല്ല പി.സി. ചാക്കോയോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു, ലതിക സുഭാഷ് എന്ന വനിതാ നേതാവ്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന ലതിക സുഭാഷ് 2016-ൽ തനിക്ക് സീറ്റ് നിഷേധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തലമുണ്ടനം ചെയ്തുകൊണ്ടാണ് KPCC ഓഫീസിന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശേഷമാണ് അവർ എൻ.സി.പി പ്രവേശനം നടത്തുന്നതും. ഇപ്പോൾ പി.സി. ചാക്കോ രാജിവെക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒപ്പമുണ്ടായിരുന്ന ലതിക സുഭാഷ് കൂടി എന്ത് നീക്കത്തിലേക്ക് നീങ്ങും എന്നുള്ള ചോദ്യം കൂടി അവിടെ പ്രസക്തമാവുകയാണ്. പി.സി. ചാക്കോ മാത്രമാണോ രാജിവെക്കുന്നത്, അതോ അവരെ പിന്തുണയ്ക്കുന്നവർ കൂടി രാജി പ്രഖ്യാപിക്കുമോ? അങ്ങനെയാണെങ്കിൽ അക്കൂട്ടത്തിൽ ലതിക സുഭാഷ് കൂടി ഉണ്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ലതിക സുഭാഷ് ഇനി വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമോ, അതോ ഏതിലേക്കായിരിക്കും തിരിച്ചു പോകാൻ സാധ്യത എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാകുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്
കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. പി ജെ ജോസഫിന്റെ മകനായ അബു ജോൺ ജോസഫിന് വലിയ തരത്തിലുള്ള സ്ഥാനങ്ങളെല്ലാം തന്നെ നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള തർക്കങ്ങളാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു നാഥനില കളരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ഒരു പക്ഷേ പി സി ചാക്കോ മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമാകുന്നുണ്ട്. ഒരുപക്ഷെ UDF-ലേക്കാണോ അതോ കോൺഗ്രസിലേക്കാണോ, ഇനി അതുമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്കാണോ പി സി ചാക്കോയുടെ നോട്ടം എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ഇതുവരെയായിട്ടും ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള വിശദീകരണം നൽകാനായിട്ട് NCP-യോ പി സി ചാക്കോയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. എന്നാൽ അതേസമയം തന്നെ വർഗശത്രുക്കളായിരുന്ന തോമസ് കെ തോമസും AK ശശീന്ദ്രനും ഒരുമിച്ചതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? തോമസ് കെ തോമസിന് സംസ്ഥാന അധ്യക്ഷ പദവി കൂടി നൽകാനുള്ള AK ശശീന്ദ്രന്റെ തീരുമാനത്തിന് പിന്നിൽ എന്താണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ അവിടെ പ്രസക്തമാകുന്നുണ്ട്. അതുവരെ തോമസ് കെ തോമസിന് വേണ്ടി വലിയ തരത്തിലുള്ള യുദ്ധം ചെയ്യുകയും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള സജീവ നീക്കങ്ങൾ നടത്തിയിരുന്നതും കരുക്കൾ നീക്കിയിരുന്നതും എല്ലാം തന്നെ പി സി ചാക്കോയായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ തോമസ് കെ തോമസും ശശീന്ദ്രനും ഒന്നിക്കുകയും അവിടെ പി സി ചാക്കോ ഒറ്റപ്പെടുകയും ചെയ്യുന്നതിന് പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ NCP-യിൽ സംഭവിച്ചത് എന്ന ചോദ്യമെല്ലാം തന്നെ അവിടെ ബാക്കിയായി തന്നെ തുടരുകയാണ്.